ഈ ഹിൽ ഏരിയകളിലേക്കുള്ള അഭ്യാസ പ്രകടനങ്ങൾ അത് നിരന്തരം വാർത്തകൾ ഇപ്പോൾ നിറയുന്നുണ്ട്. സാധാരണ ഈ ഇടുക്കി ഭാഗങ്ങളിൽ വയനാട് ഭാഗത്തൊക്കെയുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് വാർത്തയിൽ നിറയാറുള്ളതെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം പൊന്മുടിയിലുള്ള കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാറിന്റെ വിൻഡോ വഴി ശരീരം പുറത്തിട്ടാണ് യാത്ര. വിനോദയാത്രയ്ക്ക് എത്തിയ 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ആരംഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ചന്തു ചന്ദ്രശേഖറുണ്ട് വിവരങ്ങളുമായിട്ട്. ചന്തു, സാധാരണ ഈ അഭ്യാസ പ്രകടനം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെയാണ്. അതിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനക്കാരൊക്കെ ആവും ഈ അഭ്യാസ പ്രകടനം നടത്തുന്നത്. ഇതിപ്പോ മലയാളികളാണോ ഇതിന് പിന്നിൽ? മോട്ടോർ വാഹന വകുപ്പ് എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? പെരിങ്ങമല സ്വദേശികളായിട്ടുള്ള 4 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ പൊന്മുടിയിൽ കൂടി വാഹനം ഓടിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ 4 പേർ ഉണ്ടായിരുന്നു. 4 പേരും യുവാക്കളാണ്. ഗോൾഡൻ വാലിക്ക് സമീപമാണ് ഇത്തരത്തിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുകയും വാഹനത്തിന്റെ കാറിന്റെ വിൻഡോ വഴി ശരീരം പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ യാത്ര നടത്തുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തിരുവനന്തപുരം സ്വദേശികളാണ്. അവർ വിനോദയാത്രയ്ക്കായി പൊന്മുടിയിലേക്ക് പോവുകയായിരുന്നു. ഇവരുടെ അപകടകരമായ രീതിയിലുള്ള വാഹനം ഓടിക്കൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ തിരുവനന്തപുരം സ്വദേശികൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. KL 07 BH 1094 എന്ന വെള്ള സ്വിഫ്റ്റ് കാറാണ് ഈ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് എൻഫോഴ്സ്മെന്റ്, മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ പൊന്മുടി പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ ഈ വാഹനം എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ യുവാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ പൊന്മുടി പോലീസ് സ്റ്റേഷനിലും ഈ യുവാക്കൾ എത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അപകടകരമായ രീതിയിലാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത്. ഈ ഹിൽ ഏരിയയാണ്, പ്രത്യേകിച്ച് ഹെയർ പിന്നൊക്കെ ഉള്ള ഒരു മേഖലയാണ്. സാധാരണ രീതിയിൽ തന്നെ വാഹനം ഓടിക്കുക വളരെ പ്രയാസകരമാണ്. അവിടെയാണ് ഇത്തരത്തിൽ സ്വന്തം അപകടം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാർക്ക് അപകടം വരുത്തി വെക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ വാഹനം ഓടിച്ചിരിക്കുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ശരി ചന്തു.